മാസങ്ങൾക്ക് മുൻപ് നരേന്ദ്രമോദി നടത്തിയ ഒരു രാഷ്ട്രീയ പ്രസ്താവന പശ്ചിമബംഗാളിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഏറെ പ്രസക്തമാവുകയാണ്. ഗംഗാനദി ബീഹാർ വഴി ബംഗാളിലേക്ക് ഒഴുകുന്നതുപോലെ ബീഹാറിലെ വിജയം ബംഗാളിലേക്കുള്ള വിജയപാത ഒരുക്കുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം. ഇപ്പോൾ പുറത്തുവന്ന തെരഞ്ഞെടുപ്പ് വിജയം ഈ വാക്കുകൾക്ക് യാഥാർത്ഥ്യത്തിന്റെ നിറം നൽകുന്നു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. ബംഗാളിൽ നിലനിന്നിരുന്ന ജംഗിൾ രാജ് അവസാനിപ്പിക്കണമെന്ന് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തിരുന്നു. ബീഹാറിലെ ജനവിധി ബംഗാളിലും ദക്ഷിണേന്ത്യയിലും BJP പ്രവർത്തകർക്ക് വലിയ ആത്മവിശ്വാസവും ആവേശവും പകരുമെന്ന് അന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ബംഗാളിലെ തെരഞ്ഞെടുപ്പിൽ നിർണായക സ്വാധീനമുള്ള മധുവ സമൂഹത്തിന്റെ പിന്തുണ BJPക്ക് ലഭിച്ചതും വലിയ ഘടകമായി മാറിയിരിക്കുകയാണ്. ഈ സമൂഹത്തിന് സ്വാധീനമുള്ള ഏകദേശം 40 മുതൽ 50 വരെ മണ്ഡലങ്ങളിൽ BJP വ്യക്തമായ മുൻതൂക്കം നേടിയിട്ടുണ്ട്. ജയ് ശ്രീറാം മുദ്രാവാക്യങ്ങളുമായി പ്രവർത്തകർ വിജയാഘോഷത്തിൽ മുഴുകിയിരിക്കുകയാണ്. ഈ ദൃശ്യങ്ങൾ തന്നെ ബംഗാളിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ സംഭവിച്ച വലിയ മാറ്റത്തിന്റെ സൂചനകൾ നൽകുന്നതാണ്. ചുരുക്കത്തിൽ ബീഹാറിൽ ആരംഭിച്ച രാഷ്ട്രീയ തരംഗം ബംഗാളിലേക്കും വ്യാപിച്ചതായി കാണപ്പെടുന്നു. ഈ മാറ്റം ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ പ്രതിഫലനങ്ങൾ ഉണ്ടാക്കുമെന്നും ഭാവിയിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ ഇത് കാര്യമായി സ്വാധീനിക്കുമെന്നും വിലയിരുത്തപ്പെടുന്നു. 4 സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തെയും തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തുവന്നതോടെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJPക്ക് വലിയ രാഷ്ട്രീയ ഉണർവും ആത്മവിശ്വാസവും ലഭിച്ചിരിക്കുകയാണ്. അസമിലും പുതുച്ചേരിയിലും നിലവിലുള്ള ഭരണം തുടരാൻ സാധിച്ചതോടൊപ്പം ഏറെക്കാലമായി പിടിച്ചുനിന്നിരുന്ന പ്രതിപക്ഷ ശക്തികളെ മറികടന്ന് പശ്ചിമബംഗാളിൽ അധികാരം പിടിച്ചെടുക്കാൻ സാധിച്ചത് പാർട്ടിക്ക് ചരിത്രപരമായി നേട്ടമായി കണക്കാക്കപ്പെടുന്നു. ഇതുവരെ നിയമസഭയിൽ ഒരു സീറ്റ് പോലും നേടാനാകാത്ത കേരളത്തിലും തമിഴ്നാട്ടിലും അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞതും BJPയുടെ വ്യാപന രാഷ്ട്രീയത്തിന് വലിയ അടയാളമായി വിലയിരുത്തപ്പെടുന്നു. കേരളത്തിൽ 3 മണ്ഡലങ്ങളിലും തമിഴ്നാട്ടിൽ 1 മണ്ഡലത്തിലുമാണ് BJP വിജയിച്ചിരിക്കുന്നത്. ഈ നേട്ടങ്ങൾക്ക് പിന്നിൽ പാർട്ടിയുടെ സംഘടനാ ശക്തി മാത്രമല്ല, തന്ത്രപരമായ കൃത്യതയും നിർണായകമായ പങ്കുവഹിച്ചുവെന്നാണ് വിലയിരുത്തൽ. ഈ സാഹചര്യത്തിൽ അമിത്ഷാ വീണ്ടും മാസ്റ്റർ സ്ട്രാറ്റജിസ്റ്റ് എന്ന വിശേഷണത്തിന് യോജിക്കുന്ന നേതാവായി മുന്നോട്ട് വരുന്നു. പ്രചാരണത്തിന് മുഖച്ഛായയായി പ്രധാനമന്ത്രി മോദി നിലകൊണ്ടിരുന്നുവെങ്കിലും രാഷ്ട്രീയമായി പ്രയാസകരമെന്ന് കരുതപ്പെട്ട മേഖലകളിൽ വിജയത്തിന് വഴിയൊരുക്കിയത് അമിത്ഷായുടെ സൂക്ഷ്മവും കണക്കുകൂട്ടിയതുമായ തന്ത്രങ്ങളാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. പശ്ചിമബംഗാൾ, ആസാം, തമിഴ്നാട്, കേരളം, പുതുച്ചേരി തുടങ്ങിയ വൈവിധ്യമാർന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളുള്ള സംസ്ഥാനങ്ങളിലെ ഫലങ്ങൾ BJPയുടെ സംഘടനാ വളർച്ചയ്ക്കും രാജ്യവ്യാപകമായി വ്യാപനശേഷിക്കും തെളിവാണ്. പ്രത്യേകിച്ച് പശ്ചിമബംഗാളിൽ 200-ലധികം സീറ്റുകൾ നേടുമെന്ന അമിത്ഷായുടെ ആത്മവിശ്വാസപരമായ പ്രവചനം തന്നെ പ്രചാരണത്തിന് കൂടുതൽ ആവേശവും ഊർജവും നൽകി. സിലിഗുരി, ബരക്പൂർ പോലുള്ള പ്രധാന കേന്ദ്രങ്ങളിൽ നടത്തിയ വലിയ റോഡ് ഷോകളും ജനസമ്മേളനങ്ങളും തെരഞ്ഞെടുപ്പ് അന്തരീക്ഷം BJP അനുകൂലമായി മാറ്റുന്നതിൽ നിർണായകമായി. ഇതോടൊപ്പം പ്രാദേശിക പ്രശ്നങ്ങളിൽ മാത്രം ഒതുങ്ങിയിരുന്ന രാഷ്ട്രീയ ചർച്ചകളെ ദേശീയ സുരക്ഷ, അതിർത്തി പ്രശ്നങ്ങൾ, അനധികൃത കുടിയേറ്റം തുടങ്ങിയ വിഷയങ്ങളിലേക്ക് തിരിച്ചു നയിക്കാൻ അമിത്ഷായ്ക്ക് സാധിച്ചു. അപാകതകൾ പരിഹരിക്കാൻ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ എന്ന സമഗ്രമായ പദ്ധതിക്ക് അദ്ദേഹം നൽകിയ പ്രാധാന്യവും തെരഞ്ഞെടുപ്പ് ഫലത്തിൽ സ്വാധീനം ചെലുത്തുന്നതായി കരുതപ്പെടുന്നു. ഇത് സംസ്ഥാനത്തെ പരമ്പരാഗത രാഷ്ട്രീയ കൂട്ടുകെട്ടുകളെയും സിൻഡിക്കേറ്റുകളെയും വെല്ലുവിളിക്കുന്ന നീക്കമായും കാണപ്പെട്ടു. തമിഴ്നാട്ടിൽ മുൻപ് ഏകപക്ഷീയമായി മത്സരിച്ചിരുന്ന BJP AIDMKയുമായുള്ള സഖ്യം പുനഃസ്ഥാപിക്കുന്നതിൽ അമിത്ഷായുടെ ഇടപെടൽ നിർണായകമായി. ഇതുവഴി സംസ്ഥാനത്ത് ശക്തമായ പ്രാദേശിക സാന്നിധ്യം ഉറപ്പാക്കാനുള്ള DMKയെ നേരിടാൻ NDAക്ക് കരുത്ത് നൽകാൻ സാധിച്ചു. ദേശീയ നേതാക്കളെയും പ്രാദേശിക നേതാക്കളെയും ഉൾപ്പെടുത്തി നടത്തിയ ബഹുമുഖ പ്രചാരണമാണ് നിരവധി മണ്ഡലങ്ങളിൽ താമര ചിഹ്നം മുന്നിലെത്താൻ കാരണമായത്. ദക്ഷിണേന്ത്യയിൽ BJPക്ക് വലിയ സ്വാധീനമില്ലെന്ന ധാരണയെ തകർക്കുന്നതിൽ ഈ വിജയങ്ങൾ സഹായിച്ചു. പുതുച്ചേരിയിൽ അധികാരം നിലനിർത്തുകയും കേരളത്തിൽ ശ്രദ്ധേയമായി മുന്നേറ്റം നടത്തുകയും ചെയ്തത് ഈ തന്ത്രങ്ങളുടെ ഫലമായി കാണപ്പെട്ടു. അസമിൽ 2025 അവസാനത്തോടെ തന്നെ ആരംഭിച്ച ശക്തമായ പ്രചാരണത്തിന് സമഗ്ര വികസനം എന്ന ആശയം അടിത്തറയായി. മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുമായി ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ട് ഡബിൾ എഞ്ചിൻ സർക്കാർ എന്ന ആശയം ശക്തമായി പ്രചരിപ്പിക്കുകയും ഭരണവിരുദ്ധ വികാരം കുറയ്ക്കുകയും ചെയ്തു. വടക്കൻ ബംഗാളിലെ ഗൂർഖ സമൂഹം ഉയർത്തിയ ആവശ്യങ്ങൾ പോലുള്ള സങ്കീർണ പ്രാദേശിക വിഷയങ്ങൾ പരിഹരിക്കാൻ ശ്രമിച്ചതും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വൈദഗ്ധ്യത്തെ തെളിയിക്കുന്നു. ദേശീയ രാഷ്ട്രീയ ചട്ടക്കൂടിനുള്ളിലെ പ്രാദേശിക പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് അദ്ദേഹത്തിന്റെ ശക്തിയായി മാറിയിട്ടുണ്ട്. വിവിധ സാംസ്കാരികവും രാഷ്ട്രീയവുമായ പശ്ചാത്തലങ്ങളുള്ള സംസ്ഥാനങ്ങളിൽ പോലും BJP ശക്തി പ്രാപിക്കാൻ കഴിയുമെന്നത് ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ തെളിയിക്കുന്നു. കൃത്യമായ ഡാറ്റ വിശകലനവും വൻ വിഭവ വിനിയോഗവും ലക്ഷ്യമിട്ട വോട്ടർ വിഭാഗങ്ങളിലേക്കുള്ള പ്രത്യേക പ്രചരണവും സംയോജിപ്പിച്ചാണ് ഈ വിജയം കൈവരിച്ചത്. പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കുമെന്ന വാഗ്ദാനം നൽകി മധുവ സമൂഹം പോലുള്ള പ്രത്യേക വിഭാഗങ്ങളെ ലക്ഷ്യമിട്ടത് അതിനുദാഹരണമാണ്. BJPയുടെ വിജയങ്ങളിൽ അമിത്ഷായുടെ പങ്ക് നിർണായകമാണെന്നും പാർട്ടിയുടെ മുഖ്യ തന്ത്രജ്ഞൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ കൂടുതൽ ശക്തിപ്പെട്ടുവെന്നുമാണ് പൊതുവായി വിലയിരുത്തൽ. ചുരുക്കത്തിൽ അമിത്ഷായുടെ തന്ത്രങ്ങൾ മോദിയുടെ പ്രവചനങ്ങൾക്ക് കരുത്തു പകർന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.